പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഒമാൻ 2040 ആകുമ്പോഴേക്കും പ്രതിവർഷം ഏകദേശം 1,17,00,000 സന്ദർശകരെ രാജ്യത്തെത്തിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒമാൻ ഊർജിതമാക്കുകയാണെന്ന് ടൂറിസം വകുപ്പ് അറിയിച്ചു. 2023 സുൽത്താനേറ്റ് ഏകദേശം 6 ലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്തു. 2023 ഒമാനിൽ ആകെ എത്തിയത് 40 ലക്ഷം വിനോദസഞ്ചാരികളായിരുന്നു. മുൻവർഷത്തേക്കാൾ 38% വർധനയാണുണ്ടായത്. ഇതിൽ ഇന്ത്യൻ സന്ദർശകർ നിർണായക പങ്കുവഹിക്കുന്നു. 2040 ആകുമ്പോഴേക്കും പ്രതിവർഷം 1,17,00,000 അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഒമാൻ വിഷൻ 2040 പദ്ധതി പ്രകാരമാണിത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പൈതൃക ടൂറിസം മന്ത്രാലയം വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ പ്രകൃതി ഭംഗിയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ടൂറിസങ്ങളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ വിമാന ഹറമൈൻ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിന് ഇനി ഒറ്റ പ്ലാറ്റ്ഫോം വഴി സൗകര്യമൊരുക്കും. ഫ്ലൈനാസും സൗദി റെയിൽവേയും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. സൗദിയിലെത്തുന്ന ഉംറ സന്ദർശക വിസക്കാർക്ക് വളരെ ഉപകാരപ്രദമായ തീരുമാനമാണിത്. ഹമറൈൻ ഹൈസ്പീഡ് റെയിൽവേയുമായി വിമാനയാത്രയ്ക്കുള്ള റിസർവേഷൻ ബന്ധിപ്പിക്കും. ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർട്ടിനിടെയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിലാണ് ഹമറൈൻ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ സർവീസാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GCC രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലേക്ക് പഴയ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് റോയൽ ഒമാൻ പോലീസ്. ജൂലൈ 1 മുതൽ പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. കസ്റ്റംസ് ജനറൽ ഡയറക്ടറേറ്റുകൾ ചേർന്നാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. GCC രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നൽകുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ജൂലൈ മുതൽ സ്വീകരിക്കില്ല. വാഹനം രജിസ്റ്റർ ചെയ്ത രാജ്യത്തെ അംഗീകൃത ഏജൻസി നൽകുന്ന എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റാണ് പകരം ഹാജരാക്കേണ്ടത്. ഇറക്കുമതി ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങൾ 7 വർഷത്തിൽ കൂടുതലും ട്രക്കുകളും ബസ്സുകളും 10 വർഷത്തിൽ കൂടുതലും പഴക്കമുള്ളതാകരുതെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ ഇന്ധനവില കുറഞ്ഞു. പ്രീമിയം സൂപ്പർ ഗ്രേഡ് പെട്രോളുകൾക്ക് 10 ദിർഹം വീതമാണ് കുറഞ്ഞത്. മെയ് മാസത്തേക്കുള്ള പെട്രോൾ ഡീസൽ വില ഖത്തർ എനർജി പ്രഖ്യാപിച്ചു. പ്രീമിയം സൂപ്പർ ഗ്രേഡ് പെട്രോളുകൾക്ക് 10 ദിർഹം വീതം കുറഞ്ഞു. സൂപ്പർ ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് ഏപ്രിൽ 2.05 റിയാലായിരുന്നത് മെയ് 1 മുതൽ 1.95 റിയാലാകും. പ്രീമിയം ഗ്രേഡ് പെട്രോൾ വില ഏപ്രിൽ 2 റിയാലായിരുന്നത് 10 ദിർഹം കുറഞ്ഞ് മെയ് മാസത്തിൽ 1.90 റിയാലായിരിക്കും. ഡീസൽ വിലയിലും കുറവുണ്ട്. ഡീസൽ ലിറ്ററിന് 1.95 റിയാലാണ് പുതുക്കിയ നിരക്ക്. അന്താരാഷ്ട്ര വിപണിയുമായി താരതമ്യപ്പെടുത്തി 2017 സെപ്റ്റംബർ മുതലാണ് ഊർജ്ജ വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് ഖത്തർ എനർജി എല്ലാ മാസവും പുതുക്കിയ ഇന്ധന നിരക്കുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫ് രാജ്യത്തെ ആദ്യ കാസിനോ UAEയിലെ റാസൽ ഖൈമയിൽ വരുന്നു. 2027ഓടെ കാസിനോ തുറക്കും. അമേരിക്കൻ കമ്പനിയായ വിൻ റിസോർട്ട്സ് ആണ് കാസിനോ തുറക്കുന്നത്. അറബ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈജിപ്തിൽ നിലവിൽ കാസിനോകൾ ഉണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്ത് കാസിനോ വരുന്നത്. റിസോർട്ടിന് UAEയിലെ ആദ്യ വാണിജ്യ ഗെയിമിംഗ് ഓപ്പറേറ്റർ ലൈസൻസ് ലഭിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. റാസൽ ഖൈമയിലെ മനുഷ്യനിർമ്മിത അൽ മർജൻ ദ്വീപിലാണ് കാസിനോ വരുന്നത്. മർജൻ LLC, റാക്ക് ഹോസ്പിറ്റാലിറ്റി ഹോൾഡിംഗ്സ് LLC എന്നിവയുമായി സഹകരിച്ചാണ് കാസിനോ തുടങ്ങുന്നത്. അത്യാഡംബര ശൈലിയിലുള്ള 1500-ലധികം മുറികൾ, വിനോദത്തിനും ഗെയിമിംഗിനും പ്രത്യേകം ഏരിയകൾ, സ്യൂട്ടുകൾ, വില്ലകൾ തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ദ്വീപിന്റെ മനോഹര കാഴ്ചകൾ ഏതു കോണിൽ നിന്നും ദൃശ്യമാകുന്ന രീതിയിലാണ് നിർമ്മാണം. 18ഉം 19ഉം നൂറ്റാണ്ടിന്റെ കലയുടെയും വാസ്തുവിദ്യയുടെയും സ്വാധീനം കാസിനോയുടെ നിർമ്മിതിയിൽ പ്രകടമാണ്. ഷോപ്പിംഗ്, സ്പാ, പൂളുകൾ, 420 മീറ്ററിൽ നിർമ്മിച്ചിട്ടുള്ള ബീച്ച് തുടങ്ങിയവയും കാസിനോ സന്ദർശകർക്കായി ഒരുക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.